ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം രണ്ടാമതായി കേരള മണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ നടന വിസ്മയം മോഹൻലാലിന് പുരസ്കാരം ലഭിച്ചു. സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ ഉണ്ടാകും. അദ്ദേഹം മാധ്യമങ്ങളെ കാണും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇന്ന് നടക്കാനിരിക്കുന്നുണ്ട്. അപ്പോൾ നടൻ മോഹൻലാൽ ഇന്നിപ്പോൾ രാവിലെ തന്നെ കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട്. ചെന്നൈയിൽ നിന്നും 7 മണിയോടെയാണ് അദ്ദേഹം കൊച്ചിയിലേക്ക് എത്തിയത്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചതിന്റെ സന്തോഷം സുഹൃത്തുക്കൾക്കൊപ്പം പങ്കിടാനാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ തീരുമാനം. കൊച്ചി ക്രൗൺ പ്ലാസയിലാണ് പരിപാടികളൊക്കെ നടക്കുക. അതിനുശേഷം മാധ്യമങ്ങളെ കാണും. അവാർഡ് മലയാള സിനിമയ്ക്ക് ലഭിച്ച അംഗീകാരമെന്നായിരുന്നു മോഹൻലാലിന്റെ ആദ്യ പ്രതികരണം. എന്താ പറയണ്ട, ഏറ്റവും വലിയ സന്തോഷം. ദൈവത്തിന് നന്ദി, പ്രേക്ഷകർക്ക് നന്ദി, നമ്മുടെ മാതാപിതാക്കൾക്ക് നന്ദി, രാജ്യത്തിന് നന്ദി, ആ ജൂറിക്ക് നന്ദി. ഗ്രേറ്റ് ഓണർ അല്ലേ? അങ്ങനെ സംഭവിച്ചു. അതിന് ഒരുപാട് സന്തോഷം. ഞാൻ നിങ്ങളെ കാണുന്നുണ്ട് 10 മണിക്ക്. ഓക്കെ. പ്രധാനമന്ത്രി അടക്കം മുഖ്യമന്ത്രി അടക്കം എല്ലാവരും അഭിനന്ദനങ്ങൾ കൊണ്ട് ചൊരിയുകയാണ്. ഈ ഘട്ടത്തിൽ എന്താണ് രാജ്യം തന്നെ അങ്ങേയാക്കുന്നത്? അല്ല, ഇത്ര നാൾ 48 വർഷം ഞങ്ങളുടെ കൂടെ എന്റെ കൂടെ നടന്ന എല്ലാവരും ഞാൻ സ്മരിക്കുന്നു, ഓർക്കുന്നു. അവരുള്ള സ്നേഹവും പ്രാർത്ഥനയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. പ്രേക്ഷകരോട്, എന്റെ കൂടെ സഞ്ചരിച്ച ആൾക്കാരോട്, എന്നെ ഞാനാക്കിയ മലയാള സിനിമയോട്. തീർച്ചയായും മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ്. ഈ അംഗീകാരം ഞാൻ മലയാള സിനിമയ്ക്ക് നൽകുന്നു. മറ്റൊരു ലെജൻഡായ മലയാളത്തിലെ മമ്മൂക്ക താങ്കൾക്ക് ഏറ്റവും അർഹതപ്പെട്ടതാണ് ഈ പുരസ്കാരം എന്ന തരത്തിൽ എങ്ങനെയാണ്? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിനോട്, അദ്ദേഹത്തിന്റെ വലിയ മനസ്സിന് നന്ദി പറയുന്നു. മലയാള സിനിമയ്ക്ക്. ഓക്കെ. അടൂർ ഗോപാലകൃഷ്ണന് ശേഷം താങ്കളിലേക്ക് എത്തിയിരിക്കുകയാണ് മലയാളം. ഓക്കെ. അങ്ങനെ നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. മലയാള സിനിമയ്ക്ക് ഒരുപാട് നേട്ടങ്ങൾ ഇനി ഉണ്ടാകട്ടെ. ഇനിയും വരുന്ന പുതിയ തലമുറയ്ക്കൊക്കെ ഒരുപാട് ഇൻസ്പിറേഷൻ ആയിട്ട്. ഓക്കെ. ഉണ്ടേ പിന്നെ. യെസ്, കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബ് തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ലിഡിയ. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ലഭിക്കാവുന്ന ഒരു പരമോന്നത ബഹുമതി, ഒരു പരമോന്നത സിവിലിയൻ ബഹുമതി തന്നെയാണ്. അത് മലയാള മണ്ണിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇക്കുറി മോഹൻലാലാണ്. അങ്ങനെ മലയാള മണ്ണിനും ഇതൊരു അഭിമാന നിമിഷമായി മാറുകയാണ്. നമുക്കൊക്കെ സന്തോഷവും ആഘോഷവും ഒക്കെ തരുന്ന നിമിഷങ്ങളായിരിക്കും അടുത്തതായി ഉണ്ടാവുക എന്നറിയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി കണ്ടു. 10 മണിക്ക് കൂടുതൽ വിശദമായി തന്നെ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് എന്തൊക്കെയാണ് കൊച്ചിയിലെത്തിയ മോഹൻലാലിന്റെ പരിപാടികൾ ലിഡിയ? ഗുഡ് മോർണിംഗ് ജിൽസി. ഏറ്റവും സന്തോഷകരമായിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു നമ്മൾ ഇന്നലെ കേട്ടത്. അതിന്റെ ആഘോഷങ്ങൾ ഇന്നാണ് തുടങ്ങുന്നത്. ഇന്നലെ വൈകിയെത്തിയ ഒരു വാർത്തയാണ്. അപ്പോൾ ആഘോഷങ്ങൾ ഇന്നാണ് തുടങ്ങുന്നത്. പ്രത്യേകിച്ച് കൊച്ചിയിൽ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളുണ്ട്. മോഹൻലാൽ ഇന്നലെ ചെന്നൈയിലായിരുന്നു. അപ്പോൾ ആദ്യം ഘട്ടത്തിൽ പ്രതികരണങ്ങളും കാര്യങ്ങളും ഒക്കെ മോഹൻലാലിന്റെ ഭാഗത്തു നിന്നുണ്ടായി. മലയാളത്തിനും ഒപ്പം മലയാളി പ്രേക്ഷകർക്കും ഒക്കെ നന്ദി അർപ്പിച്ചുകൊണ്ടുള്ള പ്രതികരണം തന്നെയായിരുന്നു മോഹൻലാലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ കൊച്ചിയിൽ മോഹൻലാൽ എത്തിയിട്ടുണ്ട്. ചെന്നൈയിൽ നിന്നും ഇന്ന് 7 മണിയോടെ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. 10:30 ക്രൗൺ പ്ലാസയിൽ ആഘോഷ പരിപാടികളുണ്ട്. സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഒക്കെ ഒപ്പം കേക്ക് മുറിച്ച് ആഘോഷിക്കും. അതിനുശേഷം മാധ്യമങ്ങളെ കാണും. കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ മോഹൻലാൽ അദ്ദേഹത്തിന്റെ കൂടുതൽ സന്തോഷവും കാര്യങ്ങളും ഒക്കെ നമ്മളോട് ആ സമയത്ത് പങ്കുവെക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും മോഹൻലാൽ ചെന്നൈയിൽ നിന്ന് ഇന്ന് കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇന്നാണ് ആഘോഷ പരിപാടികൾ ആരംഭിക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം, മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിട്ടുള്ള, ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷത്തിൽ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള, അതായത് സിനിമയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഒരു ബഹുമതി തന്നെയാണ്. അത് നമ്മുടെ സ്വന്തം ലാലേട്ടനെ ലഭിക്കുക എന്ന് പറയുന്നത് മലയാളിക്ക്, അല്ലെങ്കിൽ ഒരു സിനിമ പ്രേക്ഷകന്, സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, അത് ലോകമെമ്പാടുമുള്ള ആരാണെങ്കിലും ശരി, അത്തരത്തിൽ ഒരു സിനിമയെ സ്നേഹിക്കുന്ന ആളുകൾക്ക്, മലയാളികൾക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള, ഇതിൽ കൂടുതൽ സന്തോഷം നമുക്ക് എന്താണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർ ഇത് ആഘോഷിക്കുകയാണ്, അഭിമാനിക്കുകയാണ് ലാലേട്ടനെ ഓർത്ത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് കൊച്ചിയിൽ പരിപാടികളുണ്ട്. ഫാൻസിന്റെ ഭാഗത്തു നിന്നുള്ള പരിപാടികളും കാര്യങ്ങളും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വരും മണിക്കൂറുകളിൽ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ കൊച്ചിയിൽ നടക്കും. ക്രൗൺ പ്ലാസയിൽ മോഹൻലാൽ മാധ്യമങ്ങളെ കാണും. അവിടെ കേക്ക് മുറിച്ചുള്ള ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. മോഹൻലാൽ അല്പം മുമ്പ് പ്രതികരിച്ചപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. വലിയ അഭിമാനം, വലിയ സന്തോഷം. ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് നന്ദി പറയുന്നു, മലയാളികൾക്ക് നന്ദി പറയുന്നു. ഇത്തരത്തിൽ തന്നെ സ്നേഹിച്ച ആളുകൾക്ക് എല്ലാവർക്കും മോഹൻലാൽ
നന്ദി പറയുന്ന ഒരു കാര്യമായിരുന്നു ഈ അല്പം മുമ്പ് പ്രതികരിച്ചപ്പോൾ പോലും മോഹൻലാൽ അത്തരത്തിലാണ് പറഞ്ഞത്. എന്തായാലും ആഘോഷ പരിപാടികളിലേക്ക് തന്നെയാണ് നമ്മളും നോക്കുന്നത്. വരും മണിക്കൂറുകളിൽ അതിനെ സംബന്ധിച്ചിട്ടുള്ള മറ്റ് വാർത്തകൾ, മറ്റ് ആഘോഷ പരിപാടികൾ എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള ഒരു അപ്ഡേറ്റുകൾ നമുക്ക് നൽകാൻ സാധിക്കും. ജിൽസി.